ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ചക്ക വെച്ചിട്ട് ഗോതമ്പ് പൊടി ഇട്ടിട്ടുള്ള അട ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനൽ കാണാൻ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടുമല്ലോ. പ്ലീസ് ദയവായി എല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വലിയ ഉപകാരം. താങ്ക് യു. നമുക്ക് ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. വരൂ കൂട്ടുകാരെ, നമുക്ക് അട ഉണ്ടാക്കാം. ഇതുപോലെ നല്ല കുഴിയുള്ള പാത്രം എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പൊടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ പാത്രമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിന് നന്നായി കുഴക്കാൻ പാകത്തിനുള്ള വലിപ്പമുള്ള പാത്രം എടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉണ്ടോ? ശർക്കരപ്പാനി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഉപ്പ് ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരണ്ടിയ പീരിട്ട് കൊടുക്കാം. ഓക്കെ, അതിട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണ്ടോ, ഞാൻ ഫ്രിഡ്ജിൽ വിളയിച്ച് വെച്ചിരുന്ന ചക്കയാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, കണ്ടോ, ഇതിലേക്ക് ഞാൻ ചക്ക വിളയിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. അതും ഞാൻ ഫ്രിഡ്ജിൽ പാനിയാക്കി വെച്ചതുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. കണ്ടോ, ഞാനിതിങ്ങനെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതേപോലെ പലഹാരം ചെയ്യുമ്പോൾ അരിച്ചൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ എളുപ്പമാണിത്. ഇതിങ്ങനെയുള്ള കൊച്ചു പണികൾ നമ്മൾ ചെയ്ത് തേങ്ങയും ഞാൻ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണേ. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. കണ്ടോ, ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഗോതമ്പും തേങ്ങ പീരയും ചക്ക വിളയിച്ചതും ശർക്കര ഉരുക്കിയതും കൂടി നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്തിരി ലൂസാവേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, തിളപ്പിച്ചാറിയ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നന്നായി മിക്സ് ചെയ്തെടുക്കണം.
കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് നന്നായിട്ട് മിക്സ് ആവുക. കയ്യിൽ കൊണ്ട് അത്ര അധികം നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പം ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കാണിക്കാം. കണ്ടോ, കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന അത്രയും വരില്ല നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്താൽ. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ചെറുജീരകം ചേർത്ത് കൊടുക്കാം. എന്താണെന്നോ, ഇത് ചക്കയല്ലേ, ചക്കയാകുമ്പോൾ ഗ്യാസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അസ്വസ്ഥത ഇല്ലാതിരിക്കാനാണ് ഈ ചെറുജീരകം ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഗ്യാസുള്ളതാണ് ഈ ചക്ക സാധനത്തിന്. അപ്പം അത് വെച്ച് എന്ത് ചെയ്താലും, ചക്കക്കുരു ഇങ്ങനെയുള്ള എന്തെടുത്ത് ചെയ്താലും അതിൽ നമ്മൾ വെളുത്തുള്ളി, ജീരകം, കറിയാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുവപ്പട്ട പൊടിച്ച് ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ചേർത്ത് നന്നായി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഇടാനുണ്ട്. കണ്ടോ, നമുക്കിത് ഈ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഈ ആവി കയറ്റുന്നത് വെച്ച് നമുക്കത് പിടിയായിട്ട് ഉണ്ടാക്കാം. ഇപ്പം ശർക്കര ഇത് ചക്ക വിളയിച്ച് വെച്ചില്ലേ, അത് വെച്ച് നമുക്ക് പിടി ഉണ്ടാക്കാം. ഇത് നമുക്കിങ്ങനെ നമുക്ക് ചക്കയുടെ പിടിയൊക്കെ
ആക്കി വെച്ചത് സ്റ്റൗവിൽ വെക്കാം. നമുക്കിത് മൂടി എന്നിട്ട് അടപ്പ് കത്തിക്കാം. ഇനി അതവിടെ ഇരുന്ന് നന്നായി ആവിയിൽ വേവട്ടെ. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ഇതേ സെയിം കൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് അട പരത്തി ഉണ്ടാക്കാം. അത് കാണിച്ചു തരാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചെറിയ തീ വെച്ചാൽ മതി, അല്ലെങ്കിൽ മധുരമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ കരിയും, അടിക്ക് പിടിക്കുന്നു. ചട്ടി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. അതിനൊക്കെ വരും നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അട ഉണ്ടാക്കാൻ കുഴച്ചതില്ല ആ മിക്സ് എടുത്ത് ഇതിലേക്ക് ഇടാം. കണ്ടോ? ഇതിനെടുത്തിട്ട് അതിന് നന്നായിട്ട് പരത്തി കൊടുക്കാം. കണ്ടോ? ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് മൂടി കൊടുക്കാം. മൂടി ഇത്തിരി ചെറുതാണ്. നമുക്കിത് മൂടി കൊടുക്കാം. ഇനി അത് അവിടെ നേരിയ ചൂടിലിരുന്ന് ആവട്ടെ കേട്ടോ. അടുത്തതായി സെയിം മിക്സ് ചെയ്ത ചക്കയുടെ ഇത് തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം. ഇതിനെ നന്നായി കുറച്ചും കൂടി ഒരു ലൂസ് പരുവാക്കിയെടുക്കാം. കണ്ടോ? ഇതുപോലെ നന്നായിട്ട് ലൂസാക്കി കുഴച്ചെടുക്കണം. കണ്ടോ? നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ? അത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് ആവി കയറുന്നുണ്ട്. വെള്ളം വറ്റണ്ടോയെന്ന് നോക്കുകയും ചെയ്യണം കേട്ടോ. വെള്ളം വറ്റിയ അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, ഭയങ്കരമായിട്ട് കരിയും. അടിവശം മുട്ടിയിരിക്കുന്ന പാത്രമായിട്ട് മുട്ടിയിരിക്കുന്ന ഭാഗം കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ടാവും, മാക്സിമം വെന്തിട്ടുണ്ടത്. എന്നാലും ഒന്നും കൂടി ആവിയിലിരുന്നോട്ടെ, ചക്കയുടെ അല്ലേ, വെള്ളച്ചതാണ്, എന്നാലും ഒരു സമാധാനത്തിന്. പിന്നെ നമുക്ക് അടുത്ത ഇതിൽ വെച്ചിരിക്കുന്ന അട നോക്കാം.
ശർക്കര ഇട്ടിരിക്കുന്നത് കൊണ്ട് അടിവശം കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേഗം നമ്മൾ തീ കുറച്ച് വെക്കുക. തീ ഇച്ചിരി കൂടുതലാണ്. ഇതിന് വേഗം നമ്മൾ മറിച്ചിടണം, അല്ലെങ്കിൽ അത് കൂടുതലും മുരിയും. ഉണ്ടോ? അടിപൊളിയായിട്ട് കരിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും അന്വേഷിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അത് ഇത്തിരി കൂടി മുമ്പേ എടുക്കണമായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞൊക്കെ പൊളിച്ചെടുത്തിട്ട് എടുക്കാം. അപ്പം മധുരം ഇട്ടതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി മുമ്പേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പം അതുകൊണ്ട് ആ വശം ഒന്ന് ഇച്ചിരി അധികം മൊരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചും കൂടി ഇടയ്ക്കൊന്ന് നോക്കണ്ട. ഞാനിങ്ങനെ എല്ലാം കൂടി ചെയ്തതുകൊണ്ട് ഈ ഭാഗത്തെ ശ്രദ്ധ കുറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, വീണ്ടും മൂടി വെച്ച് മൂടാം. മൂടി മറുഭാഗം കൂടി വേവാൻ വെക്കുക. ഇനി മൂടി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ടൊക്കെ വേഗം വേവ് കയറും, ആവി പുറത്തോട്ട് പോകാത്തതുകൊണ്ട്. മറുഭാഗം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ചൂട് കയറിയിട്ടുണ്ടാവും. കണ്ട, ഈ ഭാഗം മതിയായിരുന്നു അപ്പുറത്തെ ഭാഗത്തും. നമ്മളത് ഇത്തിരി അധികം നേരെ ഇരുന്ന് പോയി, അതുകൊണ്ടാണത് കരിഞ്ഞു പോയത്. സാരില്ല, ഒരെണ്ണം കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ ആയിപ്പോയി. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. അപ്പം മറിച്ചത് ഈ ചട്ടി തന്നെ ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഈ വശം ആ വശം എന്തായാലും അങ്ങനെ ആയിപ്പോയി. ഉണ്ട്, പിടിയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിപടിയെന്ന് വേവും. ഓക്കെ, ആവിയിലും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടി നോക്കാം. കണ്ടോ, അടുത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഉരുളി അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. അതിലായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊരു അടിയിലൊരു പൊക്കം കിട്ടാനായിട്ട് ഞാനൊരു കത്തിയൊക്കെ മുറിച്ച് വെക്കുന്ന കല്ലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കട്ടെ. തീ കൂട്ടി വെക്കാം. ഓക്കെ, തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളക്കട്ടെ. നമുക്കിതിലേക്ക് പാത്രം ഇറക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ തൂക്കാം. ഉണ്ടാ, നെയ്യ് പുരട്ടേണ്ട ആളുകൾക്ക് നെയ്യ് പുരട്ടാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതിലേക്ക് നമുക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. കണ്ടോ, അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ആവിയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടാം. കണ്ടോ, അത് മൂടി ഇനി അതിലിരുന്ന് വേവട്ടെ. പിടി ഉണ്ടാക്കുമ്പോഴും അട ഉണ്ടാക്കുമ്പോഴും ഒരേ കൂട്ട് മതി. ഒരേ കൂട്ട് മീൻസ് കൂട്ടല്ല ഒന്ന് തന്നെ, പക്ഷേ അതിൻ്റെ വെള്ളം അധികം ഒഴിക്കണ്ട. ഇത്തിരി നമുക്ക് പിടിക്കാൻ കിട്ടണമല്ലോ. പിടിക്കാനും അതൊന്ന് അടയുടെ രൂപത്തിൽ ഇച്ചിരി കട്ടിയിലും കൂടി കിട്ടേണ്ടതായതുകൊണ്ട് നമുക്കത് ഇത്തിരി വെള്ളം കുറച്ചത് മതി. കുറച്ച് വെള്ളം കുറഞ്ഞത് മതി. പക്ഷേ ആവിയിൽ വേവിക്കാൻ, പാത്രത്തിൽ ഒഴിച്ച് വേവിക്കാനാകുമ്പോൾ കുറച്ചും കൂടി വെള്ളം നമ്മളിങ്ങനെ ചേർക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മൾ പാത്രത്തിൽ ഒന്ന് ആവി കൊണ്ടുവരുമ്പോൾ നല്ല ഒരു സോഫ്റ്റും ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ അതും കട്ടിയിൽ ഇരിക്കും. അപ്പം ഈ സെയിം കൂട്ടി തന്നെ നമുക്ക് 3 തരം പലഹാരമാക്കി ഉണ്ടാക്കാം. ഇത് നമുക്ക് അതിൽ നമുക്കിവിടെ ചിരണ്ടി വെച്ചിരുന്നതാണ്. ശർക്കര വിളയിച്ച് വെച്ചിരുന്നതാണ്. വിളയിച്ചല്ല, ഉരുക്കി വെച്ചിരുന്നതാണ്. ചക്കയാണേലും
നമുക്ക് വിളയിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ അടുത്ത് ഉള്ളപ്പം നമുക്ക് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കി പലഹാരമായിട്ട് കൊടുക്കാനും പിള്ളേർക്കാണെങ്കിലും നമുക്ക് വേറെ പണികളിൽ തിരക്കും കാര്യങ്ങളുള്ളപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിങ്ങനെ ഈ സെയിം കൂട്ടിൽ നമുക്കിതുപോലെ 3 പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അടയാണ് മെയിനായിട്ട് തുടങ്ങിയതെങ്കിലും സെയിം കൂട്ടായതുകൊണ്ട് ഞാനിത് 3 ഐറ്റമായിട്ട് കാണിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അത് അടുപ്പത്തിരിക്കുന്നത് നന്നായി അവിടെ ഇരുന്ന് വേവട്ടെ. ബാക്കി അത് തുറന്നിട്ട് കാണിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ? കണ്ടോ? അതിൽ ആ വേർപ്പ് വെള്ളം വീണതിൻ്റെ കുറച്ച് ഇതുണ്ട്. അത് ആവിയിൽ വേഗം വറ്റിക്കോളും. അങ്ങനെ ഇരുന്നോർത്ത് കുഴപ്പമില്ല, പക്ഷെ അത് വേഗം വറ്റിക്കോളും കേട്ടോ. നമുക്ക് ഇതിപ്പം ആയിട്ടുണ്ട് നന്നായിട്ട്. ഒരിത്തിരി നേരം കൂടി വെച്ച് കഴിയുമ്പോൾ ആ മേലെ വീണ വെള്ളം വറ്റിപ്പോക്കോളും. ഇത് കുറച്ച് സൈഡൊന്നിങ്ങനെ തുറന്ന് വെച്ച് കൊടുത്താൽ മതി. ഈ മൂടി ആ വെള്ളമൊക്കെ വറ്റിപ്പോക്കോളും. ഓക്കെ, അപ്പം നമുക്ക് 3 തരം പലഹാരം ഉണ്ടാക്കാൻ പറ്റി സെയിം കൂട്ടിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത് കൂട്ടുകാരെ. എൻ്റെ അട ഉണ്ടാക്കുന്നതും പിടി ആവിയിൽ അപ്പം വേവിക്കുന്നതും കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.